മലപ്പുറം തിരൂരങ്ങാടി വെള്ളിലക്കാട് വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. കടലുണ്ടി പുഴയോരത്തെ 15ഓളം വീടുകൾക്കാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. സമീർ, പറയൂ കൂടുതൽ വിവരങ്ങൾ. നേരത്തെ അവർ സംസാരിക്കുകയായിരുന്നു. 15ഓളം വീടുകൾക്കാണ് ഇവിടെ നിലവിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. വീടിന്റെ പിൻഭാഗം ഭാഗികമായി പുഴയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇത്തരത്തിൽ 15ഓളം വീടുകൾ സമാനമായ രീതിയിൽ ഭീഷണിയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ വീട്ടുകാരുമായി തന്നെ ചോദിക്കാം, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ ഭയങ്കര ബേജാറിലാണ്. വെള്ളം കൂടും തോടി ഇടിഞ്ഞാടുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊന്ന് ചെയ്തു തരണം. കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ്. രാത്രിയിലാണ് ഭയങ്കര കാറ്റും മഴ വരുമ്പോൾ ഭയങ്കര ബേജാർ, ഉറങ്ങലില്ല, നീച്ച് കുത്തിറങ്ങി. ഒരുപാട് ദിവസമായോ ഇങ്ങനെ മണ്ണിടിച്ചു തുടങ്ങി? കുറെ ദിവസമായി. മഴ വന്നതിന് ശേഷം തുടങ്ങിയതാണ്. അതിന്റെ അന്ന് മുതലേ ഒരു സമാധാനം മനസ്സിന് കിട്ടിയിട്ടില്ല. അതാണ്. മുൻ വർഷങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു തോന്നുന്നില്ല, ഇപ്പൊ കൂടാണ് ചെയ്ത്. കൊറേ മുന്നേ ഉണ്ടീനി, അതിപ്പോ കുറച്ച് നിന്ന് പിന്നെ പയച്ചു ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് മഴ കൊല്ലം തോറും ഇടിഞ്ഞിടിഞ്ഞ് വരികയാണ്. കുറെ സ്ഥലമൊക്കെ ഉണ്ടീനി, ഇടിഞ്ഞിടിഞ്ഞ് ഇപ്പൊ വഴിക്ക് പോയപ്പോ വക്കായിക്കണം, അടുക്കള പാകമായി വന്നിരിക്കുന്നു വീട്. 15 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, 7 സെന്റായി ചുരുങ്ങിയത്. സെന്റായി ചുരുങ്ങിക്കണ്. സ്ഥലം തോനുണ്ടീനി അന്നൊക്കെ. ഇപ്പൊ അതൊക്കെ ഇടിഞ്ഞ് മരങ്ങളും പറമ്പൂച്ച് ചക്കപ്പായ മരമൊക്കെ ഉണ്ട്, ഒക്കെ പോയി. ഇപ്പൊ വീടിന്റെ അടുത്തെത്തിക്കുന്ന സ്ഥലം ഇടിഞ്ഞിടിഞ്ഞ് ഭയങ്കര ഗുരുതാവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ അത്രയും പെട്ടെന്ന് നിങ്ങളത് കണ്ട് ഞങ്ങൾക്ക് ചെയ്തു തരാം. എന്താ അമ്മ ഇവിടെ മണ്ണിടിച്ചിലാണോ? മണ്ണിടിച്ചിലാണ്. അതിപ്പോ കൊറേ പോയാൽ വെള്ളം ഏറുമ്പോ ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. ഇവിടുന്നൊന്നും വെള്ളം വീണിട്ടല്ല, പോയെന്നുണ്ട് ഏറും അത് ഇടിഞ്ഞ് പോവുക. അതാണ് ഉണ്ടാവല്, അല്ലാത്തൊന്നുമല്ല. ഇത് ഏതായാലും ഭയങ്കര വൈകാരികമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം എങ്ങനെയൊക്കെയോ കടം വാങ്ങിയും ഒക്കെ ലോൺ എടുത്തും ഒക്കെ നിർമ്മിച്ച ഒരു വീട്, ആ വീടിന്റെ പിൻഭാഗം ഇത്തരത്തിൽ പുഴ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുന്നേ തഹസിൽദാർ അടക്കമുള്ളവർ ഈ ഭാഗത്ത് സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടിയന്തരമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകരൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവരുമായി കൂടിയാലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നതാണ്. അവരുടെ ആ ഒരു സങ്കടമൊക്കെ നമ്മൾ കാണുമ്പോൾ അത് അടിയന്തരമായി യോഗം ചേർന്ന് ഉടൻ തന്നെ പരിഹാരം കാണേണ്ട ഒരു വിഷയമാണത് എന്ന് തോന്നുന്നു, അല്ലേ? അല്ലാതെ കുറേ സമയം ചർച്ച ചെയ്ത് പിന്നീടെന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു പ്രശ്നമല്ല അവരുടേത്. മഴ കനക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. പുഴയിൽ വെള്ളം ഉയർന്നു വരികയും ചെയ്യുന്നു. സമീർ ബിൻ കരിമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്.